നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ക്രൂരതയ്ക്ക് ഉറപ്പായും വില നൽകേണ്ടി വരും. മരണത്തിനപ്പുറത്തേക്ക് മറ്റൊരു ശിക്ഷയും നിങ്ങൾ അർഹിക്കുന്നില്ല എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനോട് നൽകിയിരിക്കുന്ന താക്കീത്. വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൈമാറിയ 4 ബന്ദികളുടെ മൃതദേഹം, അതിൽ കുഞ്ഞു കുട്ടികളടക്കം ഉൾപ്പെടുന്നു. എന്നാൽ ഷിരി ബിബാസ് എന്ന യുവതിയുടേതല്ല ആ മൃതദേഹമെന്നാണ് ഇസ്രായേൽ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൈമാറിയ മൃതദേഹങ്ങളുടെ ഫോറൻസിക് പരിശോധന നടത്തിയാണ് ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹമാസ് നടത്തിയത് വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് നെതന്യാഹു ഈ ക്രൂരതയ്ക്കുള്ള കനത്ത വില നൽകേണ്ടി വരുമെന്ന താക്കീത് കൂടി നൽകുന്നത്. ഇസ്രായേലിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്ന ഒന്ന് തന്നെയായിരുന്നു 32-കാരിയായ ഷിരി ബിബാസിൻ്റെയും മക്കളുടെയും തിരോധാനം, അവരുടെ മോചനത്തെ സംബന്ധിച്ചുള്ള വിഷയം. ചോരക്കുഞ്ഞിനെയാണ് കൊടും ക്രൂരതയ്ക്ക് വിധേയരാക്കിയത്. അതോടൊപ്പം അവരെ തട്ടിക്കൊണ്ടുപോയി ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ കൊലപ്പെടുത്തി എന്നുള്ള ആരോപണമടക്കം ഹമാസിൻ്റെ തലയിൽ നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മൃതദേഹത്തോട് പോലും നീതി കാണിക്കാതെ, ആ അമ്മയെ വിട്ടു നൽകാതെ എന്ത് ക്രൂരതയാണ് ഇപ്പോൾ ഹമാസ് കാട്ടുന്നതെന്നാണ് ലോകം ചോദിക്കുന്നത്. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ഭാഗത്ത് ആക്രമണം നടത്തിയപ്പോൾ അന്ന് അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ 32-കാരിയാണ് ഷിരി ബിബാസ്. അവരുടെ മക്കളായ 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ, 4 വയസ്സുകാരനായിട്ടുള്ള ഏരിയൽ എന്നിവരുടെയും 84-കാരനായ ഒദൈദ് ലിഫ്റ്റിൻ്റെയും ശരീരാവശിഷ്ടങ്ങളാണ് കഴിഞ്ഞ ദിവസം ഖാൻ യൂനസിൽ വെച്ച് വലിയ ജനാവലിയെ സാക്ഷി നിർത്തി ഹമാസ് റെഡ് ക്രോസിന് നൽകിയത്. റെഡ് ക്രോസിൻ്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ ഷിരി ബിബാസിൻ്റെ മൃതദേഹമെന്ന രീതിയിൽ കൈമാറിയത് അവരുടേതല്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. അവരുടെ മക്കളുടേതടക്കം മറ്റു 3 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യത്തിൽ ശക്തമായ വിമർശനം തന്നെയാണ്, പ്രതിഷേധം തന്നെയാണ് പങ്കുവെക്കുന്നത്. ഷിരി ബിബാസിൻ്റേതെന്ന് പറഞ്ഞ് നൽകിയ മൃതദേഹം അത് അവരുടേതല്ല, മറിച്ച് മറ്റാരുടേതോ ആണ്. ഇതൊന്നും തന്നെ ഇസ്രായേലി ബന്ദികളുടേതല്ല എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. കാരണം ബന്ദികളാക്കപ്പെട്ടവരുടെ ഒക്കെ തന്നെ DNA സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് പലസ്തീൻ സാധാരണ ജനങ്ങളുടേത് ആരുടേതെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ ഹമാസ് ഭീകരരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ആരുടെയെങ്കിലും ആയിരിക്കാം. ഒരു ഗാസ സ്ത്രീയുടെ മൃതദേഹം ശവപ്പെട്ടിയിലാക്കി അയച്ചു എന്നാണ് നെതന്യാഹുവിൻ്റെ കുറ്റപ്പെടുത്തൽ. ഇസ്രായേലിൻ്റെ ആരോപണം അന്വേഷിക്കുമെന്ന് ഹമാസ് പറയുകയും ചെയ്തു. ഷിരി ബിബാസിൻ്റേതാണ് ആ മൃതദേഹമെന്നാണ് ഹമാസും ആരോപിക്കുന്നത്. മൃതദേഹം ഇസ്രായേലി വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലും മറ്റു ചില മൃതദേഹങ്ങൾ കൂമ്പാരമായി കിടന്ന നിലയിലുമായിരുന്നു. അക്കൂട്ടത്തിൽ നിന്നാണ് ഈ മൃതദേഹം നൽകിയതെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ ബോംബാക്രമണത്തിലാണ് ഷിരി ബിബാസും മക്കളും കൊല്ലപ്പെട്ടത്. ഹമാസ് ഈ ആരോപണം ഉയർത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ പൂർണ്ണമായും ഇതിനെ തള്ളിപ്പറയുകയാണ് ഇസ്രായേൽ. നവംബറിൽ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണം. അങ്ങനെ കൊലപ്പെടുത്തിയതിൻ്റെ കൂട്ടത്തിൽ, അങ്ങനെ ഇല്ലായ്മ ചെയ്തതിൻ്റെ കൂട്ടത്തിലാണ് ഇവരും വിധേയരാകേണ്ടി വന്നത്, ഇരകളായി മാറിയത്. ഒരുപക്ഷെ ബന്ദികളെ വേഗത്തിൽ മാറ്റിപ്പാർപ്പിക്കാനായുള്ള സൗകര്യത്തിന് വേണ്ടിയായിരിക്കാം കുട്ടികളെ അടക്കം ഇല്ലായ്മ ചെയ്യാനുള്ള ക്രൂരപ്രവൃത്തിയിലേക്ക് ഹമാസ് കടന്നതെന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഞങ്ങളുടെ എല്ലാ ബന്ദികളും ഒപ്പം ഷിരിയെയും വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇസ്രായേൽ സൈന്യം പ്രവർത്തിക്കുമെന്നാണ് ഇതിന് പിന്നാലെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കരാറിൻ്റെ ക്രൂരവും തിന്മ നിറഞ്ഞതുമായ ഈ ലംഘനത്തിൻ്റെ മുഴുവൻ വിലയും അത് ഹമാസ് നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഉറപ്പാക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത്. ഷിരി ബിബാസിൻ്റെ ഭർത്താവ് യാർദൻ ബിബാസിനെ ഫെബ്രുവരി 1 ഹമാസ് വിട്ടയച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് തൻ്റെ ഭാര്യയും മക്കളും മരിച്ച വിവരമടക്കം വേദനയോടുകൂടി അദ്ദേഹം ഓർത്തെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.